ഈ കാണുന്നതാണ് പഴഞ്ചക്ക. പഴഞ്ചക്ക ഉണ്ടാകുന്നത് പ്ലാവിലാണ്. ഈ ചക്കയുടെ ഉള്ളിലുള്ള ചുളയാണ് നമ്മൾ സാധാരണ പഴുത്തതിന് ശേഷം അട എന്ന കടിയിലേക്ക് നമ്മൾ പുരട്ടുന്നത്. അത് പുരട്ടി നമ്മൾ ഹോട്ടലിലും മുന്നിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ആ കാണുന്ന ചക്കയുടെ ഒരു ചുളയ്ക്ക് കൊടുക്കണം 50 രൂപ. ഈ അടയിൽ നിന്ന് കഴിക്കുന്നത് വളരെ രുചികരമാണ്. അതിൻ്റെ കുരു നമ്മൾ കളയുന്നില്ല. ആ കുരു ഉപയോഗിച്ച് നമ്മൾ ജാക്ക് ഫ്രൂട്ട് ഷേക്ക് ഉണ്ടാക്കുന്നതാണ്. ജാക്ക് ഫ്രൂട്ട് ഷേക്ക് വളരെ രുചികരമായ ഒരു ഷേക്കാണ്. നിങ്ങൾ ബേക്കറിയിലും മറ്റും ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളോട് ചോദിച്ചാൽ അവരെ എടുത്തു തരും ജാക്ക് ഫ്രൂട്ട് ഷേക്ക്. അതുപോലെ തന്നെയാണ് ഇതാണ് വരിക്കച്ചക്ക. വരിക്കച്ചക്കയും ഇതുപോലെ പറഞ്ഞാൽ മധുരം കൂടുതലുള്ള ഒരു പഴമാണ്. ഇത് പഴചക്കയേക്കാൾ വളരെ സ്വാദിഷ്ടവും ഉള്ള ഒരു വരിക്കച്ചക്കയാണ്. ഇത് വരിക്കച്ചക്ക സാധാരണ പഴച്ചക്കയേക്കാളും മധുരം കൂടുതലുള്ളതാണ്. ഇതും അടയിലും മറ്റും ഉപയോഗിക്കുന്നതാണ്. ഇത് ആന്ധ്രയിലേക്കും തമിഴ്നാട്ടിലേക്കും മറ്റും കയറ്റിയായി. ഈ ചുളയുടെ നിറം വളരെ മഞ്ഞ കളറായിരിക്കും. നമ്മൾ റെഡ് കളറിലുള്ള ചുളയും മഞ്ഞ കളറിലുള്ള ചുളയും നമ്മൾ കണ്ടിട്ടുണ്ട്. സാധാരണ വരിക്കച്ചക്കയ്ക്കും പഴച്ചക്കയ്ക്കും വന്ന സാധാരണ മഞ്ഞ കളറിലുള്ള ചുളയാണ് കൊടുക്കാറുള്ളത്. ഇതിൽ കാണുന്ന ആ കറുത്ത നിറമുള്ള ചുള കണ്ടോ, അതെല്ലാം കേടുവന്ന് പോയതാണ്. ഇതെല്ലാം ഇനി ഉപേക്ഷിക്കാനേ പറ്റൂ. ഇതിൽ കാണുന്ന രണ്ട് വിത്ത് പൂവുണ്ട്. ആ പൂ വിരിഞ്ഞാണ് കായായി മാറുന്നത്. ഇത് വളരെ സ്വാദിഷ്ടവും ഫലപ്രദവും ആരോഗ്യത്തിന് നല്ലതുമായ ഒരു ചക്കയാണ് വരിക്കച്ചക്ക. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇത്, കേരളത്തിൽ എല്ലായിടത്തും ഇത് വളരെയധികം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫലമാണ്. ഇതിൻ്റെ കൂട്ടാൻ വയ്ക്കും, അതായത് ചക്ക കൂട്ടാൻ വയ്ക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള വിത്തെടുത്ത് ഉപയോഗിക്കാനും കഴിയും.